നമസ്കാരം. പറഞ്ഞത് നടപ്പിലാക്കി തുടങ്ങിയിരിക്കുകയാണ് സുവേന്ദു അധികാരി സർക്കാർ പശ്ചിമ ബംഗാളിൽ. ബംഗ്ലാദേശികളായ ആളുകളെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കുകയാണ്. ബംഗ്ലാദേശികൾ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് തിരികെ പോകുന്നതിനുള്ള തിരക്കിലാണ്. പിടിക്കപ്പെടുന്ന ബംഗ്ലാദേശികളെ തടവിൽ പാർപ്പിച്ച് ഭക്ഷണവും വസ്ത്രവും മരുന്നും നൽകി സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അവരെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തുക മാത്രമേ മാർഗമുള്ളൂ എന്നും സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല 15ഓളം വരുന്ന ബംഗ്ലാദേശികളെ തടവറയിലാക്കിയിരിക്കുകയുമാണ്. അതോടുകൂടി ആകെ പേടിച്ചരണ്ട ബംഗ്ലാദേശികൾ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഒഴുകുകയാണ്. പിടികൂടുന്ന ബംഗ്ലാദേശികളെ ജയിലിൽ അടയ്ക്കരുതെന്നും അവരെ കോടതിയിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല എന്നും സുവേന്ദു അധികാരി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. പിടികൂടുന്നവരെ BSFന്റെ കയ്യിലേക്ക് എത്തിക്കുകയും അവരെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തുകയുമാണ് ചെയ്യേണ്ടതെന്ന് സുവേന്ദു അധികാരി ഉത്തരവിറക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശികൾ ഭയപ്പാടിലാണ്. കേരളത്തിൽ തന്നെ ഇപ്പോൾ തൊഴിലാളി ക്ഷാമം രൂക്ഷമാണ്. ഹോട്ടലുകളിലും അതുപോലെ നിർമ്മാണ മേഖലകളിലും തുടങ്ങി മറ്റ് എല്ലാ മേഖലകളിലും തൊഴിലാളി ക്ഷാമം രൂക്ഷമാണ്. ബംഗാളികൾ എന്ന പേരിൽ ഇവിടെ പണിയെടുത്തിരുന്നവരിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശികളാണ് എന്ന് മലയാളി തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. അവർ തങ്ങളുടെ തൊഴിലുടമകളുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, അവരെ വിളിച്ചാൽ കിട്ടുന്നില്ല, അവർ തിരികെ എത്തുന്നില്ല. ഇപ്പോൾ ഇവിടെ തങ്ങുന്ന യഥാർത്ഥ ബംഗാളികൾക്ക് കൂലി കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ട് അവരും പണിയിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണ്. പിടികൂടുന്നവരെ വിശദമായി ചോദ്യം ചെയ്ത് വിരലടയാളം ശേഖരിച്ച ശേഷം അതിർത്തി കടത്തിവിടും എന്ന് തന്നെയാണ് സുവേന്ദു അധികാരിയുടെ വാക്കുകൾ. വോട്ട് ചെയ്തില്ലെങ്കിൽ പൗരത്വം നഷ്ടപ്പെടും എന്ന ഭയം മൂലം വോട്ട് ചെയ്യാനെന്ന പേരിൽ നാട്ടിലേക്ക് മടങ്ങിപ്പോയ ഹിന്ദിക്കാർ മടങ്ങിയെത്താത്തതിന്റെ രൂക്ഷത കേരളത്തിലെ എല്ലാ ഭാഗത്തുമുണ്ട്, എല്ലാ പണിയിടങ്ങളിലുമുണ്ട്. ബംഗ്ലാദേശിലേക്ക് സ്വമേധയാ തിരികെ പോകാൻ തയ്യാറായി എത്തിയവരിൽ മത്സ്യബന്ധന മേഖലയിലുള്ളവരുണ്ട്, ഹോട്ടൽ തൊഴിലാളികളുണ്ട്, നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുമുണ്ട്. ഇടനിലക്കാരുടെ സഹായത്തോടുകൂടി അതിർത്തി കടന്നെത്തിയവരും ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് എന്നാൽ രേഖകൾ നഷ്ടപ്പെട്ടവരുമായ ധാരാളം പേർ അതിർത്തി കടക്കാൻ തയ്യാറായി എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും പിടിക്കപ്പെടുന്ന ബംഗ്ലാദേശികൾ തടങ്കൽ പാളയത്തിൽ ആദ്യം ആകും എന്നുള്ള സുവേന്ദു അധികാരിയുടെ പ്രഖ്യാപനവും ഉയർന്ന 2 താൽക്കാലിക തടങ്കൽ പാളയങ്ങളും ഇവരെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ജനിച്ചു വളർന്നത് ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യക്കാരെന്ന രേഖകൾ ഇല്ലാത്തതിനാൽ അല്ലെങ്കിൽ രേഖകൾ നഷ്ടപ്പെട്ടതിനാൽ ബംഗ്ലാദേശിലേക്ക് തിരികെ പോകാനെത്തുന്നവരും ധാരാളം. മാൾഡയിലും മുർഷിദാബാദിലുമായി 2 തടങ്കൽ പാളയങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് സുവേന്ദു അധികാരി സർക്കാർ. അനധികൃത താമസക്കാരെന്ന് കണ്ടെത്തുന്നവരെ താൽക്കാലികമായി പാർപ്പിക്കാൻ. SIRന് പിന്നാലെ തന്നെ രേഖകൾ നഷ്ടപ്പെട്ടവരും രേഖകൾ ഇല്ലാത്തവരുമായ ബംഗ്ലാദേശികൾ ആകെ ഭീതിയിലാണ്ടിരുന്നു. കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന വലിയ സംഘങ്ങളാണ് അതിർത്തിയിലേക്ക് ഒഴുകിയെത്തുന്നത്. എത്ര വേഗം ഇന്ത്യ വിടാമോ അത്രയും വേഗം ഇന്ത്യ വിടണം, അല്ലെങ്കിൽ സർക്കാർ ചെയ്യാനുള്ളത് ചെയ്യും, തടങ്കലിലാക്കും, ശേഷം അവിടേക്ക് നാട് കടത്തും, യാതൊരു രേഖകളുമില്ലാതെ നിങ്ങൾക്ക് ബംഗ്ലാദേശിലേക്ക് കടക്കേണ്ടി വരും എന്നുള്ള ഭീഷണി. ഒപ്പം അനധികൃത താമസക്കാരെന്ന് കണ്ടെത്തുന്നവരെല്ലാം നിയമപരമായി നടപടി നേരിടേണ്ടി വരും എന്നുള്ള നിർദ്ദേശവും ഈ കുത്തൊഴുക്കിന് കാരണമായി. എന്തായാലും ബംഗ്ലാദേശികളെന്ന് സംശയിക്കുന്ന ആൾക്കാർ ബംഗ്ലാദേശിലേക്ക് മടങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്നു. കേരളത്തിലേക്കും ബംഗ്ലാദേശികളുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടായെന്ന് വരാം. SIRന് അനുകൂലമായി സുപ്രീം കോടതിയുടെ വിധി കൂടി ഉണ്ടായതോടുകൂടി ഇത്തരത്തിലുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ കൂടുതൽ ശക്തമാക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തൊഴിലാളി ക്ഷാമം അനുഭവപ്പെടുന്ന സംസ്ഥാനം കേരളമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.